The mistakes that I rectified. ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്ന ടെൻഷൻ. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പം ഞാൻ ഈ എത്ര കൂടുതൽ പഠിക്കുന്നുണ്ടെങ്കിൽ ഈ ടെൻഷൻ കാരണം എനിക്ക് കൂടുതൽ റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. സോ ഞാൻ ടെൻഷൻ അടിക്കില്ല, ഞാൻ ടെൻഷൻ അടിക്കാൻ പോകുന്നില്ല, എൻ്റെ ആവശ്യമില്ല എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. സോ ഞാൻ ഇപ്രാവശ്യം ടെൻഷൻ അടിച്ചിട്ടില്ലായിരുന്നു. സെക്കൻഡ് എന്ന് പറയുന്ന കമ്പാരിസൺ. ഞാനാണെങ്കിൽ ബാക്കിയുള്ള ഞാൻ കൂടുതൽ കഷ്ടപ്പെടും, പക്ഷെ എനിക്ക് ഔട്ട്പുട്ട് വരുന്നില്ലായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും ഓർക്കായിരുന്നു, എന്താ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എനിക്ക് റാങ്ക് വരുന്നില്ല, എനിക്ക് മാർക്ക് വരുന്നില്ല, പക്ഷെ അപ്പുറത്തിരിക്കുന്ന ആൾ അത്ര ഇതാവുന്നു, പക്ഷെ അവർക്ക് മാർക്ക് വരുന്നു, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു. സോ അപ്പം ഞാൻ ഓർത്തു ഇപ്രാവശ്യം എന്തായാലും അത് വേണം, ഞാൻ കമ്പാരിസണും നിർത്തി. ആൻഡ് ഈവൻ എന്നോട് തന്നെയുള്ള കമ്പാരിസൺ നിർത്തി. കാരണം ഒരു എക്സാമിൻ്റെ പോർഷൻസ് അല്ല അടുത്ത എക്സാമിൻ്റെ പോർഷൻ, ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലെവൽ ഓഫ് ടഫ്നെസ് അല്ല അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലെവൽ ഓഫ് ടഫ്നെസ്. അപ്പം അങ്ങനെ ചിന്തിക്കുന്നതിനകത്ത് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. സോ ഞാൻ ആ കമ്പാരിസൺ നിർത്തി. ആൻഡ് ഇറ്റ് വാസ് തിയറി. മൂന്നാമത്തേന്ന് പറയുന്നത് തിയറി. എനിക്ക് തിയറി അറിയില്ലാത്തതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല, അയ്യോ എനിക്കറിയില്ല, അപ്പം ഞാൻ കൂടുതൽ നേരം തിയറി പഠിക്കണം, അങ്ങനെ തിയറി എന്ന് പറഞ്ഞ് പഠിച്ചുകൊണ്ടിരുന്നതായിരുന്നു ഞാൻ. സോ ഇങ്ങനെ എഴുതിയിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ. അപ്പം ഞാൻ ഇപ്രാവശ്യം ഓർത്തു അത് വേണം, അങ്ങനല്ല ഇരിക്കേണ്ടത്. എനിക്കറിയാത്ത പോർഷൻ ഉണ്ട്, അതെ, ഒരു ചാപ്റ്ററിനകത്ത് ഇന്ന തിയറി എനിക്കറിയില്ലായിരുന്നു, പക്ഷെ ഞാൻ അതിനെ ക്വസ്റ്റ്യൻസിലൂടെ ടാക്കിൾ ചെയ്യാമെന്ന് ഞാൻ ഓർത്തു. സോ ഞാൻ എനിക്കറിയാത്ത ക്ലാസ് എടുക്കാൻ പോകുന്നത് നമുക്കറിയാമല്ലോ ഇന്ന ചാപ്റ്ററാണ്. സോ ഞാൻ ആ ചാപ്റ്ററിനകത്ത് ഏറ്റവും കൂടുതൽ സ്പെസിഫിക് ആയിട്ടിരുന്നത് എനിക്ക് ഏത് പോർഷനാണോ അറിയാത്തത് ഞാനത് കീനായിട്ടിരുന്നു ആ പോർഷൻ നടക്കുമ്പോഴത്തേക്ക്. അതുപോലെ തന്നെ ആ പോർഷനെ കുറിച്ചുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടാവുന്നത് ഞാൻ സോൾവ് ചെയ്തു. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് സോൾവിങ് ദ ക്വസ്റ്റ്യൻസ്. ആ തിയറി പഠിക്കുക എന്നുള്ളത് ശരിയാണ്, പക്ഷെ നമുക്കൊരു തിയറിക്ക് റഫ് ഐഡിയ പോലും ഉള്ളൂ എങ്കിലും നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നമുക്ക് ആ തിയറി കൂടുതൽ നമ്മുടെ മനസ്സിലിരിക്കും. ആക്ച്വലി ഇറ്റ് ഈസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ഇറ്റ് കോൺക്രീറ്റഡ് ആവും, അത് നമുക്ക് നമ്മുടെ മനസ്സിലത് പതിഞ്ഞിരിക്കും. അപ്പം ഈ തിയറി അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കൂടുതൽ തിയറിയുടെ പുറകിന് പോവാതെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കാം, അതാണ് ആക്ച്വലി ചെയ്യേണ്ടത്. ആൻഡ് അപ്പം ഞാൻ ഇപ്രാവശ്യം കൂടുതലും ക്വസ്റ്റ്യൻസ് ചെയ്തു. പിന്നെ എക്സാംസ് ഒക്കെ മാക്സിമം അറ്റൻഡ് ചെയ്യാം. ഞാൻ നേരത്തെ അറ്റൻഡ് ചെയ്യായിരുന്നു. എക്സാംസിൻ്റെ കാര്യത്തിൽ അതിൻ്റെ നേരത്തെ അറ്റൻഡൻസിലാണെങ്കിലും ഞാൻ കൃത്യമായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം എക്സാം അറ്റൻഡ് ചെയ്തു, അതിനകത്ത് യാതൊരു മാറ്റവും നന്നാത്തില്ല, പക്ഷെ കൂടുതൽ MCQ സോൾവ് ചെയ്തു. അതുപോലെ ഞാൻ അതിന് മുമ്പ് ലേണിംഗ് ആപ്പ് യൂസ് ചെയ്യില്ലായിരുന്നു. ഞാൻ ഒരു വേസ്റ്റ് ഓഫ് ടൈം, കാരണം അതിൻ്റെ അത്ര ആവശ്യമില്ല എന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചു. പക്ഷെ ഇപ്രാവശ്യം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ലേണിംഗ് ആപ്പ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. മാക്സിമം എന്ന് പറഞ്ഞാൽ ശരിക്കും യൂട്ടിലൈസ് ചെയ്തു. ഈവൻ ഞാൻ എന്തെങ്കിലും എൻ്റെ റൂമിൽ അടുക്കി പകക്കുവാണെങ്കിൽ പോലും ഞാൻ ഹെഡ്ഫോൺസ് വെച്ചിട്ട് ഓഡിയോ ബുക്ക് കേൾക്കുമായിരുന്നു. സോ ഈ ഓഡിയോ ബുക്ക് കേൾക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം ബയോളജിയുടെ ആണെങ്കിൽ മറ്റേ ഓതർ സയൻറ്റിസ്റ്റിൻ്റെ ആ പേജ് യൂണിറ്റ് തുടങ്ങുന്നതിന് മുമ്പലത്തെയൊക്കെ പേജിലെ സെൻറ്റൻസ് ഒക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ കാണാപ്പാടാവും. ആൻഡ് ഇറ്റ് ആക്ച്വലി ഹെൽപ്പ് ഡ്യൂറിങ് മൈ എക്സാം. എനിക്കാണെങ്കിൽ ആ സെയിം ക്വസ്റ്റ്യൻസ് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ ആ കൃത്യം നമുക്ക് ആ പെട്ടെന്ന് ഓർമ്മ ഇതാണ് അത് നമ്മൾ കാണാപ്പാട്. നമ്മളപ്പം കൂടുതൽ എനിക്ക് ഐ സ്ട്രെയിനിൻ്റെ പ്രശ്നം വരുന്നതുകൊണ്ട് കുറേ നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഒരുമാതിരിയാവും. സോ ഞാനാണെങ്കിൽ ഇതാണ് ചെയ്തത്, കേട്ടോണ്ടിരിക്കും, കേട്ട് ആകുമ്പോഴത്തേക്കും നമ്മളൊരു കാര്യം ചെയ്യുവാണല്ലോ, അപ്പോഴാണല്ലോ നമ്മൾ കേൾക്കുന്നത്. സോ നമ്മൾ ഫ്രീ ആണ്. ആക്ച്വലി നമ്മൾ ടെൻഷൻ അടിക്കാതെ നമ്മൾ ഫ്രീ ആയിട്ട് ഈ കാര്യം ചെയ്താൽ ഇത് ക്ലിക്കാവും. അതാണ് എൻ്റെ തോൽവിയിൽ നിന്ന് ഞാൻ പഠിച്ചത്. ഏതൊരു സാധനം നമ്മൾ കൂളായി നമ്മൾ ആസ്വദിച്ച് ചെയ്യുമോ അത് ഉറപ്പായിട്ടും പോസിറ്റീവിലേക്കാണ് പോകുന്നത്. ആൻഡ് ഇപ്രാവശ്യം ഞാൻ ടെൻഷൻ അടിച്ചില്ല, ഞാൻ കമ്പയർ ചെയ്തില്ല, ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്തു, മാക്സിമം ക്വസ്റ്റ്യൻസ്. ഈവൻ ഫ്രം ദി ലേണിംഗ് ആപ്പിൽ നിന്ന് പോലും ഞാൻ ലേണിംഗ് ആപ്പിൽ എല്ലാ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ആൻഡ് ഈ പോയിന്റ്സ് ഉണ്ടല്ലോ, മറ്റേ പോയിന്റ്സ് ഇങ്ങനെ ആയിരുന്നില്ല, അപ്പം ഞാൻ കൂടി വലുതായിട്ടൊന്നും കൂടിയില്ലെങ്കിൽ ബട്ട് സ്റ്റിൽ ഞാൻ എക്സാംസ് അറ്റംപ്റ്റ് ചെയ്യുമായിരുന്നു. ഹാർഡ് ലെവലിൽ നിന്ന് ഞാൻ തുടങ്ങിയിട്ടാണ് ഞാൻ ചെയ്യുക. അപ്പം എനിക്കാണെങ്കിൽ ഏത് പോർഷൻസ് ആണ് അറിയാത്തതെന്ന് കൂടുതൽ മനസ്സിലാവും. സോ ഞാൻ മടുക്കത്തില്ല. നമുക്കറിയാമെന്ന് തോന്നിയാലല്ലേ പ്രശ്നമുള്ളൂ. ബയോളജിയിലും ഒക്കെ ഞാൻ ശരിക്കും ക്വസ്റ്റ്യൻസ് ചെയ്തത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് നമുക്കറിയണം എന്നുള്ളതാണത്. ആൻഡ് ഫിസിക്സ് ആണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യായിരുന്നു. ഈവൻ മോഡൽ എക്സാമിന് മുമ്പിലത്തെ നമുക്ക് ക്വസ്റ്റ്യൻസ് തരുമല്ലോ, അത് ഞാൻ ചെയ്തു തീർക്കുമായിരുന്നു. സോ എല്ലാ എക്സാംസും ചെയ്യുക. ആൻഡ് നമുക്കറിയാത്ത തെറ്റ് തിരുത്തുക. അത് എഴുതി വെക്കുക എന്നുള്ളതല്ല, തെറ്റ് തിരുത്തുക എന്നുള്ളതാണ്. എഴുതി വെച്ചാലും ഇല്ലെങ്കിലും എഴുതി വെച്ച് ബുക്ക് കൂട്ടണ്ട. കാരണം ഞാൻ ഇഷ്ടം പോലെ കൂട്ടിയിട്ടുണ്ട്. ആദ്യത്തെ തവണ ഞാൻ കൂട്ടി, രണ്ടാമത്തെ തവണ ഞാൻ കൂട്ടി, മൂന്നാമത്തെ തവണയോട് ബുക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. ബുക്ക് മിനിമം ഇരുന്ന് വെച്ചാൽ മതി. കൂടുതൽ ഞാൻ പഠിക്കുകയാണ് വേണ്ടത്. അപ്പം ഞാൻ ആ ബുക്ക് കൂട്ടൽ പ്രക്രിയ നിർത്തി. എഴുതി വെക്കൽ ആ സംഭവത്തിനകത്ത് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ആക്ച്വലി
സോ ബുക്ക് കൂട്ടാതെ അത് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് തെറ്റുന്നത് മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കാം. എഴുതി വെക്കുക, നമ്മൾ നോക്കുന്നിടത്ത് എഴുതി വെക്കുക. അല്ലാതെ ബുക്കിനകത്ത് എഴുതി വെച്ച് ഞാൻ തിരിഞ്ഞു നോക്കത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അങ്ങനെ ആളുകൾ തെറ്റിയെന്നുണ്ടെങ്കിൽ അതിനകത്ത് കാര്യമില്ല. ഞാൻ എഴുതി വെച്ച് 2 എഴുതി വെച്ചിട്ടുള്ള ആളാണ്, അതിനകത്ത് കാര്യമില്ല. ആൻഡ് അല്ല, നിങ്ങൾ ഉറപ്പായും തിരിഞ്ഞ് നോക്കുമെന്ന് നിങ്ങൾക്ക് അത്രയ്ക്ക് ഉറപ്പാണെങ്കിൽ മാത്രം എഴുതി വെച്ചാൽ മതി. കാരണം സെയിം പോർഷൻ അല്ലെങ്കിൽ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലല്ലോ വരുന്നത്. ഇപ്പം മോഡൽ എക്സാമിൻ്റെ സമയത്ത് നമ്മൾ അങ്ങനെ എഴുതി വെക്കുന്നെങ്കിൽ അത് മിക്സഡ് ആയിട്ടുള്ള ടോപ്പിക്കിനകത്ത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കില്ല. നമ്മുടെ മനസ്സിനകത്ത് റീറ്റെയിൻ ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന സ്ഥലത്ത് അതൊന്ന് സ്റ്റാർ ഇട്ട് എഴുതി വെച്ചാൽ മാത്രം മതി. പിന്നെ ഒരു ഡെയിലി കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഒന്നും തന്നെ ലാഗ് ചെയ്യാൻ വെക്കണ്ട. ഈവൻ ഇഫ് നമുക്ക് വയ്യാതായിട്ട് ലാഗ് ചെയ്താൽ കുഴപ്പമില്ല, അതിനെപ്പറ്റി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അത് ഈ ഞായറാഴ്ചക്കുള്ളിൽ ഞാൻ കവർ ചെയ്തെടുക്കുമെന്ന് മാത്രം വിശ്വസിച്ച് വെച്ചാൽ മതി. അല്ലാതെ അവിടെ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വരുന്നില്ല. നെക്സ്റ്റ് MCQ ഇത് പിന്നെ ഒരു റുട്ടീനായിട്ട് പോവുക. എന്നും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു റൂട്ടീൻ്റെ ഭാഗമായി മാറും. ഞാൻ എന്നും സ്റ്റഡി പാക്കേജ് ചെയ്യും, സ്റ്റഡി മെറ്റീരിയൽ ചെയ്യും, അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കും. അപ്പം ക്വസ്റ്റ്യൻസ് എല്ലാ ദിവസവും ഈ സ്റ്റഡി പാക്കേജും സ്റ്റഡി മെറ്റീരിയലേ വരും. പിന്നെ അരിഹന്ത് അതൊക്കെ ഫ്രീ ആയിട്ടുള്ള ദിവസം, അതൊക്കെ ചെയ്യാനുള്ള സമയമുള്ളൂ. എല്ലാ ദിവസവും നമുക്ക് മുഴുവൻ ബുക്കൊന്നും ചെയ്ത് നിൽക്കാൻ സമയമില്ല. എൻ്റെ കയ്യിൽ അരിഹന്തിൻ്റെ ബുക്ക് ഉണ്ടായിരുന്നു. പിന്നെ അസേർഷൻ റീസൺ നല്ലപോലെ ശ്രദ്ധിക്കാം. അസേർഷൻ റീസൺ ഞാനാണെങ്കിൽ MTGയുടെ ഒരു പഴയ എയിംസിൻ്റെ ഒരു ബുക്ക് മേടിച്ചത്. പക്ഷെ അതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ഇപ്പോഴത്തെ സിലബസിനകത്ത് ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ മാക്സിമം അതിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ കുറച്ച് നമുക്ക് വേണ്ടാത്ത ടൈപ്പും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒന്ന് നോക്കും, ഓർക്കാൻ പറ്റുന്നതാണെങ്കിൽ ഓർത്ത് വെക്കും. അല്ലാതെ എക്സ്ട്രാ ഞാൻ അങ്ങനെ പഠിച്ചില്ല. ഞാൻ കൂടുതലും NCERT എന്നുള്ള രീതിയിലാണ് പഠിച്ചത്. ആൻഡ് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് എനിക്ക് കിട്ടിയ നീറ്റിൻ്റെ എക്സാം സെൻറ്ററിൽ നിന്ന് ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങി വന്നത്. ഞാൻ നീറ്റ് കിട്ടില്ല, ഇനി ഞാൻ നീറ്റ് എഴുതുന്നില്ല, മതി, ഞാൻ വേറെ എന്തെങ്കിലും കോഴ്സിന് പോവാമെന്ന് ഓർത്ത് ഇറങ്ങി വന്ന ആളാണ് ഞാൻ. സോ അപ്പം അപ്പോഴത്തേക്കും അത്രയും വിഷമിച്ച് ഞാൻ മാർക്ക് കണക്ക് കൂട്ടുകയോ ഒന്നുമില്ല. ആൻഡ് ഞാൻ വീട്ടിലൊന്നും സംസാരിക്കാൻ ഞാൻ നേരെ പോയി എൻ്റെ റൂമിൽ പോയി കിടന്ന ടീമാണ്. അപ്പം ഭയങ്കര വിഷമം. ഞാൻ സാറിന് മെസ്സേജ് ഇട്ടു, ഞാൻ 16 ക്വസ്റ്റ്യൻസ് എനിക്ക് എഴുതാൻ പറ്റിയിട്ടില്ല, പിന്നെ തെറ്റിയിട്ടുമുണ്ട്. വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ചോദിച്ചപ്പോൾ അവരോടും ദേഷ്യം, എനിക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് എനിക്ക് കിട്ടി. ആൻഡ് ഞാൻ എയിംസിലേക്ക് ഇരിക്കുന്നത്. ഈവൻ ദോ കഷ്ടപ്പാടുണ്ട്, വീട്ടിൽ നിന്ന് മാറിയാണ്, പക്ഷേ നമ്മൾ ആഗ്രഹിച്ച പോലെ നമ്മുടെ ലൈഫ് പോകുമ്പോൾ അതൊരു സുഖമാണ്. ലാംഗ്വേജ് അങ്ങനെ കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട്, ആൻഡ് നമ്മൾ കരയുന്ന ദിവസമുണ്ട്. പക്ഷേ ഇറ്റ് ഓൾ എൻഡഡ് ഹാപ്പിലി. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത്, ഞാൻ ഇപ്രാവശ്യം കമ്പയർ ചെയ്യുന്നില്ലായിരുന്നു, ഞാൻ എന്നിൽ ഫോഴ്സ് കൊടുക്കുന്നില്ലായിരുന്നു. എനിക്ക് എപ്പം പറ്റുന്നില്ല എന്ന് തോന്നുന്നു ഞാൻ അപ്പം വീട്ടിൽ പോകും. ഞാൻ എൻ്റെ റൂമിൽ ഏറ്റവും കൂടുതൽ വീട്ടിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവന്മാർ എന്നെ എപ്പോഴും കളിയാക്കുമായിരുന്നു, നീ എപ്പോഴും വീട്ടിൽ പോകാതെ. കാരണം എനിക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളപ്പോഴത്തേക്കും സാറുമായിട്ട് ഞാൻ സംസാരിക്കും. പക്ഷെ അപ്പനും പറ്റുന്നില്ലെങ്കിൽ ഞാൻ നേരെ വീട്ടിൽ പോകും. ഞാൻ വീട്ടിൽ പോകും, കറങ്ങും, ഒന്ന് അവിടെ ഇവിടെയൊക്കെ നടക്കും, സിനിമയൊക്കെ കാണും, തിരിച്ച് വരും. അപ്പം ഞാൻ ഈ വീട്ടിൽ പോകുമ്പോൾ പുസ്തകം എടുത്തുകൊണ്ടൊന്നും അല്ല പോകുന്നേ, അങ്ങനെ പോവും. അടുത്ത ദിവസം എക്സാം ഉണ്ടെങ്കിലും അറിയാവുന്ന മാത്രമേ എഴുതും. അറിയാവുന്നുണ്ടോ, തലച്ചോറിനകത്ത് വല്ലതും കയറുന്നുണ്ടോ എന്നും കൂടി ചിന്തിക്കണമല്ലോ. എക്സാംസ് ഞാൻ 2-3 സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ അവിടെ ഉള്ളപ്പോൾ ഒന്നും സ്കിപ്പ് ചെയ്യില്ല. പക്ഷെ ഞാൻ വീട്ടിൽ പോകുമ്പോഴത്തേക്കും എക്സാമിനെ കുറിച്ചൊന്നും ചിന്തിക്കത്തില്ല. ഞാൻ എൻജോയ് ചെയ്യാനാണ് വീട്ടിൽ പോകുന്നത്, പുസ്തകം എടുത്തോണ്ടേ അല്ല പോകുന്നത്. ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ടായിരിക്കും വീട്ടിലോട്ട് പോകുന്നത്. അപ്പം ആ ബുക്ക് അത് കാണും, പക്ഷെ അതൊന്നും ഞാൻ തുറക്കത്തൂടിയില്ല. അപ്പം എൻജോയ്മെന്റ് ആക്കി തന്നെ വെക്കാം. നിങ്ങൾക്ക് സ്ട്രെസ് ഔട്ടാകുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്നല്ല അത് നിങ്ങൾ ചെയ്യുക. ഞാൻ അങ്ങനെ അല്ല, നിങ്ങൾ സ്വയം സ്ട്രെസ് ചെയ്യേണ്ട. അത് ഞാൻ ചെയ്തതാണ് 2 തവണ. അതുകൊണ്ടാണ് പറയുന്നത് സ്ട്രെസ് ചെയ്യേണ്ട. നിങ്ങളെ എല്ലാവരും പറയും നിങ്ങൾ ഫുൾ ടൈം ഇരുന്ന് പഠിക്കണം. അങ്ങനല്ല, നിങ്ങൾക്ക് പറ്റുന്ന ടൈം ഇരുന്ന് പഠിക്കുക. 14 മണിക്കൂർ ഇരുന്ന് പഠിച്ചാലേ എയിംസ് കിട്ടുമെന്ന് പറയുന്നതുകൊണ്ട് ഞാൻ 14 മണിക്കൂർ ഇരുന്ന് പഠിക്കാൻ നോക്കിയിട്ട് എന്നെക്കൊണ്ട് 11 മണിക്കൂറേ പറ്റിയിട്ടുള്ളൂ. സോ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ഹ്യൂമൻസ്. ഒരു മനുഷ്യന് എത്രത്തോളം സമയം ഇരുന്ന് പഠിക്കാൻ നമ്മുടെ മാക്സിമം ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് സാറന്മാർ നമ്മളോട് അത് പറയുന്നത്. അല്ല നമുക്ക് ടെൻഷൻ തരാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ സ്വയം കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ടല്ല. ഒരു ടാർഗറ്റ് നമുക്ക് വന്നാലേ നമ്മളൊരു മിനിമം എങ്കിലും കംപ്ലീറ്റ് ചെയ്യും. ആ മിനിമം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അല്ല നിങ്ങളത് നിങ്ങളിൽ സ്വയം എടുക്കണ്ട. പിന്നെ ഇപ്പം നിങ്ങൾ ചിലപ്പോൾ റിപ്പീറ്റ് ആവാം, റിപ്പീറ്റ് ആവാം. ആൻഡ്
ഡോണ്ട് വെറി അബൌട്ട് എനിത്തിങ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നു. എനിക്ക് അതിൻ്റെ മുമ്പേ NHA അഡ്മിഷൻ വന്നു, പക്ഷെ എനിക്ക് ഹാപ്പി അല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ റിപ്പീറ്റ് എന്നുള്ള സംഭവത്തിന് വന്നത്. ആൻഡ് ഞാൻ അഡ്മിഷൻ എടുത്ത് ഫീസും ചെയ്ത ടീമാണ്. പക്ഷെ എനിക്കറിയായിരുന്നു ഞാൻ ഒരിക്കലും ഹാപ്പി അല്ല ആ സംഭവത്തിൽ നിന്ന്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒന്നും കൂടി ചെയ്യാൻ ഓർത്ത് വന്നത്. അപ്പം ആക്ച്വലി ഇറ്റ്സ് ഓൾ അബൌട്ട് ബീങ് ഹാപ്പി. നിങ്ങളെ ടെൻഷൻ അടുപ്പിക്കേണ്ട സംഭവമില്ല. നിങ്ങൾക്ക് ഉള്ള ഒരു സാറന്മാർ പറയുന്ന രീതിയിൽ അനുസരിച്ച് പോവുക. നിങ്ങൾ നിങ്ങളുടെ മാക്സിമം ഔട്ട്പുട്ട് ഇടുക ആൻഡ് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. ആൻഡ് ഒരിക്കലും മടി വിചാരിക്കേണ്ട, കാരണം 8 മാസത്തിൻ്റെ കാര്യമുള്ളൂ. സോ നിങ്ങൾക്ക് ഹാപ്പി ആവുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുക. ഇപ്പം നമ്മൾ പഠിക്കാനുള്ളതിനും ആ ഹാപ്പി ആറ്റിറ്റ്യൂഡിൽ മാത്രം കണ്ടാൽ മതി. അല്ലാതെ ടെൻഷൻ എടുത്തോ അയ്യോ ഇത്ര ഉള്ളല്ലോ. 8 മാസം അത് ആ ഒരു ഫ്ലോയ്ക്ക് പോവുക. അവർ പഠിപ്പിക്കുന്നതനുസരിച്ച് പഠിക്കുക. പഠിക്കാൻ പറ്റാത്തതിന് ശ്രമിക്കുക, ഡൗട്ട് ചോദിക്കുക സാർമാരോട്. പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്ത ആ ടോപ്പിക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആൻഡ് ആക്ച്വലി ഞാൻ ഇത്ര മിസ്റ്റേക്സ് ആണ് ചെയ്തത്. മെയിൻലി ടെൻഷൻ, കമ്പാരിസൺ, ക്വസ്റ്റ്യൻസ് കൂടുതൽ ക്വസ്റ്റ്യൻസിനേക്കാൾ കൂടുതൽ തിയറിയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് വിചാരിക്കുക. അതല്ല, തിയറി അല്ല, കൂടുതൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് അറിയേണ്ടത്. അതിനൊരു പ്രത്യേക സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഇറ്റ്സ് ഓൾ അബൌട്ട് ദാറ്റ്. പിന്നെ ഡെയിലി ടാർഗറ്റ്. ചിലപ്പോൾ നമുക്ക് വയ്യാതാകുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റുന്നിരിക്കില്ല, പക്ഷെ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട, നമ്മളത് കംപ്ലീറ്റ് ചെയ്തിരിക്കും. ആൻഡ് ഡോണ്ട് ബി സ്ട്രെസ്ഡ്. നമുക്ക് സ്ട്രെസ് വന്നുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ അയ്യോ ഞാൻ ഇത്രയും സമയം ചെയ്തില്ലല്ലോ, ഞാൻ പഠിച്ചില്ല, അങ്ങനെ ചിന്തിക്കണ്ട. കാരണം നമ്മൾ മനുഷ്യനാണ്, നമുക്ക് അങ്ങനെ പഠിക്കാമെന്നും എപ്പോഴും എല്ലാ ദിവസവും നമ്മൾ ഉദ്ദേശിച്ച ചില ദിവസം ഞാൻ പഠിക്കണമെന്ന് വിചാരിച്ച് ഞാൻ വരുന്ന ദിവസം എനിക്ക് ഏറ്റവും കൂടുതൽ പണികൾ കിട്ടിയിട്ടുണ്ട്. അതായത് ഞാൻ സ്വയം എനിക്ക് തന്നെ പണി വെച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ ഞാൻ ചെയ്യേണ്ട പണി വല്ലതും പകുതിക്കാക്കിയിട്ട് പിന്നെ അത് വൃത്തിയാക്കി ഇത് ചില ദിവസം നമുക്ക് ഇന്നെങ്കിലും പഠിക്കണം നേരത്തെ വിചാരിക്കുന്ന ദിവസം തീരെ നടക്കത്തില്ല. ബട്ട് അപ്പം നമ്മൾ സ്ട്രെസ്സായിട്ട് ഇരിക്കണ്ട. അങ്ങനെ ഇഷ്ടം പോലെ എനിക്കൊന്നും ഓർമ്മ ഞാൻ നേരത്തെ പഠിക്കണം, അല്ലെങ്കിൽ ഇന്ന് നേരത്തെ ഇത്തിരി ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ടൊന്ന് പഠിക്കണം, നടക്കാറില്ല. അതൊക്കെ കുഴപ്പമില്ല എന്നങ്ങ് വിചാരിക്കുക. എന്തായാലും നമ്മൾ ഇട്ടിട്ടുണ്ട്, നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ പഠിക്കുക എന്നുള്ളതല്ല, നമ്മളെ പഠിക്കുന്നത് നമുക്ക് മാക്സിമം കിട്ടണം എന്നുള്ള മാത്രമേ ഉള്ളൂ സംഭവം. അപ്പം അതങ്ങ് ഓക്കെ ആവും. ആൻഡ് വേറെ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക, മെൻറ്റേഴ്സിനോട് സംസാരിക്കാം. വാർഡൻ നിങ്ങൾക്ക് ആരാണോ കംഫർട്ടബിൾ അവരോട് സംസാരിക്കാം. ടെൻഷൻ വെച്ചോണ്ടിരിക്കണ്ട. ആൻഡ് ഇതൊന്നും എൻ്റെ അവസാനമല്ല. ഈവൻ ഞാനാണെങ്കിൽ കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞപ്പോൾ ഇനി ഞാൻ നീറ്റ് എഴുതുന്നില്ല, ഇത് മതി, ഞാൻ ഇറങ്ങിയത് ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു ഇനി ഞാൻ നീറ്റ് എഴുതുന്നില്ല, ഇതോടെ കഴിഞ്ഞു, ഇനി ഞാൻ എന്ത് കിട്ടിയാലോ അതിന് പോകാന്നുള്ള രീതിയിലാണ് വന്നത്. സോ ഇറ്റ് ഈസ് നോ. അപ്പം ഞാൻ എൻ്റെ മനസ്സ് പറഞ്ഞു ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടു, കിട്ടുന്നില്ലെങ്കിൽ കിട്ടിയില്ല എന്നുള്ളതേ ഉള്ളൂ. സോ അല്ലാതെ ഇതാണ് ജീവിതത്തിൻ്റെ അവസാനമൊന്നും എവിടെ എഴുതിച്ചില്ല എനിക്ക്. കാരണം ഞാൻ റിസൾട്ട് പ്രതീക്ഷിച്ച ആളല്ല. കാരണം എഴുതി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കിട്ടില്ല എന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞ് ഞാൻ എൻ്റെ സാറിനോട് പോലും വിളിച്ച് കരഞ്ഞ ടീമാണ്. സോ നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യാന്നുള്ളതാണ്. ഈ നിങ്ങളുടെ കോമൺ മിസ്റ്റേക്സ് നിങ്ങൾക്കാണ് അറിയുന്നത്. എൻ്റെ കോമൺ മിസ്റ്റേക്സ് ഇത്രയായിരുന്നു. അതുകൊണ്ട് ഈ ടെൻഷൻ എന്നുള്ള സംഭവം ഞാൻ ആദ്യം എനിക്ക് ലാസ്റ്റ് മാസം മാത്രമേ ഈ ടെൻഷൻ ഇവിടെ ഇപ്രാവശ്യം ചെയ്തപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ മുമ്പ് ഞാൻ ശരിക്കും ആസ്വദിച്ചാണ് പഠിച്ചത്. സോ നമുക്ക് എക്സാം എഴുതുമ്പോൾ ആസ്വദിച്ച് എക്സാം എഴുതുക. കാരണം ഞാനാ പഠിച്ചു, ഞാനത് എഴുതുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് ടെൻഷൻ എടുത്തു എനിക്ക് ഇത് തന്നെ കിട്ടണം അങ്ങനൊന്നും ഇല്ല. കാരണം മോഡൽ ഫസ്റ്റ് എക്സാം എഴുതിയപ്പോൾ 8 റാങ്കും അത് കഴിഞ്ഞത് വീണ്ടും കുറേ ഫ്ലക്ച്വേഷൻ അങ്ങേയറ്റം വരെ കണ്ട ആളുമാണ് ഞാൻ. ടെൻഷൻ അടിക്കാനാണെങ്കിൽ എനിക്കത് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ആ ടെൻഷൻ അടിക്കേണ്ട ഒരു മിനിമം ടെൻഷൻ മതി. ദാറ്റ് ഈസ് ടു ബി നമ്മൾ വർക്ക് ഹാർഡായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഓവർ ബട്ടൺ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളെ സന്തോഷത്തോടെ ഇരുത്തി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അയ്യോ കിട്ടിയില്ലെങ്കിൽ ഒന്നുമില്ല. ആക്ച്വലി ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം ഇപ്പം ഇത് കിട്ടിയതുകൊണ്ടല്ല, കിട്ടില്ല എന്നുള്ള അവസ്ഥയിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. സോ ഞാൻ എൻ്റെ മാർക്ക് ഷീറ്റ് നോക്കിയിട്ടില്ലായിരുന്നു. അറ്റ് ലാസ്റ്റ് നിമിഷം വരെ ഞാൻ ഈ റാങ്ക് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ഇത് കട്ടിയാന്ന് എല്ലാവരും പറഞ്ഞു. പിന്നെ അത് കട്ടിയല്ലായിരുന്നു. കാരണം ആരൊക്കെയോ കൊട്ടിയില്ല. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നവർ കാണുമല്ലോ, ഇപ്രാവശ്യം കൂടുതൽ മാർക്കുണ്ട്. ഞാനതൊരു നമ്മുടെ ബ്രില്യൻസിൻ്റെ പോലും മാർക്ക് ലിസ്റ്റ് ഇട്ടപ്പോഴത്തേക്കും ആൻഡ് ഞാൻ അവർ തന്നെ വീഡിയോ ഇടുന്നുണ്ടല്ലോ. ആ വീഡിയോ ഒന്നും എൻ്റെ വീട്ടിലുള്ള എൻ്റെ അച്ഛനും അമ്മയും കണ്ടിട്ട് കട്ടിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് പോലും അത് വിശ്വസിക്കാതെ ഞാൻ
എനിക്ക് കിട്ടാൻ പോകുന്നില്ല എന്നുള്ള ലാസ്റ്റ് നിമിഷം റിസൾട്ട് ആൻസർ കീ അതായത് മറ്റേ നമ്മുടെ OMR ഷീറ്റ് പബ്ലിഷ് ചെയ്യുന്നിടം വരെ വിശ്വസിച്ച് ഞാൻ വേറെ ഏതെങ്കിലും കോഴ്സിന് പോവാന്നോർത്ത് ഇരുന്ന ആളാണ് ഞാൻ. സോ അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി, കാരണം ഞാൻ ചെയ്യേണ്ടത് ചെയ്തു, ഇനി ഞാൻ ടെൻഷൻ അടിക്കാൻ ആവശ്യം. അപ്പം അങ്ങനെ വന്നുകൊണ്ട് ഞാൻ പറയാണ്, ഇത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട സംഭവമല്ല. നിങ്ങൾ ചെയ്യാന്നുള്ള മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് കിട്ടിയില്ലെങ്കിൽ എന്തെന്ന് ചിന്തിക്കേണ്ട. കാരണം ഞാൻ കിട്ടത്തില്ല എന്ന് ഉറപ്പിച്ചിട്ടാണ് കിട്ടിയത്. സോ ഇത് അവസാനമല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി ആ സമയത്തോടെ. നമ്മൾ പറയല്ലോ, തോറ്റ് കഴിയുമ്പോൾ തോറ്റതിൽ നിന്ന് പഠിക്കുമെന്ന്. ഇറ്റ്സ് എ ബിഗ് ഡീൽ. ഞാൻ ഒത്തിരി പഠിച്ചു. ആൻഡ് ഞാൻ പഠിച്ചത് ആക്ച്വലി നമ്മൾ ഹാപ്പി ആയിട്ടൊരു സംഭവം ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ച ഹാപ്പി ആയിട്ട് നമ്മൾ എന്ത് ചെയ്താലും ചെയ്യുക, ടെൻഷൻ അടിക്കാതിരിക്കുക, ആൻഡ് കമ്പയർ ചെയ്യാതിരിക്കുക. ഈ 3 കാര്യങ്ങളും മതി നമ്മളെ സ്ട്രെസ് ഔട്ട് ചെയ്യണം. കാരണം നമ്മൾ മനുഷ്യനാണ്, നമ്മൾ ഇത്രയും സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ലോകാവസാനമല്ല. സോ അങ്ങനെയുള്ള രീതിയിൽ അതിനെ പഠിച്ചു പോകാം.